അസ്സലാമലൈക്കും, എല്ലാവർക്കും സുഖല്ലേ? അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ. ചിക്കൻ മക്രോണി അല്ല, സോസേജ് മക്രോണിയാണ് കേട്ടോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. സോ നമുക്ക് എന്തായാലും വൈകിപ്പിക്കേണ്ട നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാൻ ആദ്യം ഇതാ കുറച്ച് മക്രോണി എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലോട്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കുറച്ച് ഉപ്പും ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ അതിലോട്ട് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഓപ്ഷണലാണ് കേട്ടോ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നത്. പിന്നെ എൻ്റെ അത് ഈ ഒരു ഷേപ്പിലുള്ള മക്രോണിയാണ്. നിങ്ങളുടെ അടുത്ത് ഏത് മക്രോണി ആയാലും ഒന്നും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നത് ഓപ്ഷണലാണ്. ചിലവർ ഇടുന്നത് കാണാറുണ്ട്, ചിലവർ ഇടാത്തതും കാണാറുണ്ട് കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഓപ്ഷണലായിട്ട് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ടാൽ ചെറിയൊരു കളറും കിട്ടും, കുഴപ്പമില്ല, നല്ലതുമാണ്. അപ്പോൾ അത് ഇവിടുന്ന് വേവട്ടെ കേട്ടോ. അപ്പോൾ ഞാനത് അടുത്തതായിട്ട് കുറച്ച് സോസേജ് എടുത്തിട്ടുണ്ട്. സോസേജ് ഓപ്ഷണലാണ്. ഞാൻ സോസേജ് മക്രോണി ഉണ്ടാക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഞാൻ സോസേജ് എടുത്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കൻ മക്രോണി ഉണ്ടാക്കുമ്പോഴാണെങ്കിൽ നിങ്ങൾക്ക് ചിക്കൻ ഇതുപോലെ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ അതിലോട്ട് ഞാനിതാ സോസേജിലോട്ട് കുറച്ച് ഉപ്പും പിന്നെ മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് മുളക് പൊടി ഇട്ടിട്ടുള്ളൂ. നല്ല എരിവുള്ള മുളക് പൊടി ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ കുറച്ച് ഇട്ടിട്ടുള്ളത്. പിന്നെ നമുക്കിത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എല്ലാ ഭാഗത്തോട്ടും ആവുന്ന തരത്തിൽ നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അടുത്തായിട്ട് ഞാനത് ഒരു പാത്രം എടുത്ത് അതിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സോസേജ് ഇട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ സോസേജൊക്കെ ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് അതിൽ നിന്നെടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തില്ലെങ്കിൽ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടോ. എനിക്ക് എന്തായാലും ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ അടുത്തായിട്ട് ഇവിടെ ഞാൻ 4 മുട്ട എടുത്തിട്ടുണ്ട്. മുട്ട എടുക്കുന്നത് ഓപ്ഷണലാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം എടുത്താൽ മതി. അതിലോട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കതോടെ മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള മക്രോണിയിൽ നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഡ്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഓട്ടയൊക്കെയുള്ളൊരു പാത്രം ഉണ്ടാവില്ലേ, അതിലോട്ട് ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ സോസേജ് പൊരിച്ച അതേ ഓയിലിൽ തന്നെ കുറച്ച് ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമുക്കിത് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം. ഞാനിപ്പോൾ ഓരോന്ന് എടുക്കുന്ന അളവ് ഇത്ര ക്വാണ്ടിറ്റി എടുക്കുന്നുണ്ടെന്ന് പറയാത്തത്, ഇപ്പോൾ നിങ്ങൾക്ക് പലരും ഓരോ ക്വാണ്ടിറ്റിയിലായിരിക്കും ഉണ്ടാക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ക്വാണ്ടിറ്റി നിങ്ങൾ എത്ര എടുക്കുന്നോ അതിനനുസരിച്ച് ഓരോ സാധനങ്ങളും എടുത്താൽ മതി. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് ഇങ്ങനെ ഓരോ ക്വാണ്ടിറ്റി എടുത്ത് പറയാത്തത് കേട്ടോ. നിങ്ങളിപ്പോൾ ഒരു കുറച്ച് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ ഇതിന് എത്ര വേണമെന്ന്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പം അതിലോട്ട് ഞാനത് കുറച്ച് ടൊമാറ്റോവും പിന്നെ ചില്ലിയും ആഡ് ചെയ്തിട്ടുണ്ട്, അഥവാ തക്കാളി, പച്ചമുളക്, പിന്നെ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഞാനിതിലോട്ട് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നോട് വീഡിയോ എടുക്കാൻ മറന്നതായിരുന്നു. ഇനി നമുക്കിതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ ഓരോരുത്തർ എടുക്കുന്നതിനനുസരിച്ച് അതിൻ്റെ ക്വാണ്ടിറ്റിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസം വരുത്താം കേട്ടോ. ഇനി അതിലോട്ട് കുറച്ചൊരു 1/2 ടീസ്പൂണോളം ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. ചിക്കൻ മസാലയാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനി ഇതിലോട്ട് ഗരം മസാലയോ കുരുമുളക് പൊടിയൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒന്നും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ എന്തായാലും അത് ചേർത്തിട്ടില്ല. ഇനി നമുക്കിതിലോട്ട് ഞാൻ കുറച്ച് സോസ് ഇപ്പം ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് സോയാ സോസ് കിട്ടും. അപ്പോൾ ലാസ്റ്റ് എന്തായാലും ഇപ്പം ഞാൻ കുറച്ച് ആഡ് ചെയ്തിട്ടുള്ളൂ. ബാക്കി നമുക്ക് മക്രോണി ഇട്ടതിന് ശേഷം എന്തായാലും ലാസ്റ്റ് കുറച്ച് ആഡ് ചെയ്യേണ്ടി വരും എന്തായാലും. പിന്നെ ലാസ്റ്റ് ഇടാമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ ഇതൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിത് നമ്മുടെ മസാലയില്ലേ അത് ജസ്റ്റ് ഒന്ന് ഒരു സൈഡിലോട്ട് മാറ്റി കൊടുക്കാം കേട്ടോ. ഈ ഒരു ടൈമിൽ നമ്മുടെ ഫ്ലെയിം ഫുള്ളിലായിരിക്കണം. നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു എഗ്ഗില്ലേ, ആ ഒരു ഇതിലോട്ട് ഒഴിച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ കലക്കി കൊടുക്കുക. അപ്പോൾ മുട്ട ചിക്കാന്നൊക്കെ പറയും, അപ്പോൾ അതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഹൈ ഫ്ലെയിമിലായിരിക്കണം ഉണ്ടാവേണ്ടത്. അപ്പോൾ അത് ഇതുപോലെ ആയിട്ട് കിട്ടും കേട്ടോ. നന്നായിട്ട് ഈ മുട്ടയൊക്കെ നല്ലോണം വെന്ത് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മസാലയും കൂടെ കൂട്ടിയിട്ട് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലോട്ട് നമ്മുടെ സോസേജ് പൊരിച്ചത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് നമ്മൾ നേരത്തെ വേവിച്ച് ഡ്രെയിൻ ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ മക്രോണിയും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഞാൻ കുറച്ചുകൂടെ സോസും അതുപോലെ സോയാ സോസൊക്കെ ആഡ് ചെയ്യണം. അതിപ്പോൾ നമ്മൾ ലാസ്റ്റ് നോക്കിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ സോസേജാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കൻ യൂസ് ചെയ്യാമെന്ന്. ബോൺലെസ് പീസ് ചിക്കൻ എടുത്തിട്ട് നന്നായിട്ട് കുഞ്ഞായിട്ട് കട്ട് ചെയ്താൽ മതി കേട്ടോ. അതിൽ ഞാൻ നേരത്തെ സോസേജിൽ ചേർത്ത പോലെ തന്നെയാണ് ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും പിന്നെ വേണമെങ്കിൽ ഗരം മസാലയോ ചിക്കൻ മസാലയൊക്കെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുത്താലും അത് ഇട്ട് കൊടുത്താലും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി അവസാനമായിട്ടത് ഇതിലോട്ട് കുറച്ച് മല്ലിച്ചപ്പും കൂടെ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ സോസേജ് മക്രോണി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ ട്രൈ ചെയ്തില്ല എന്നെങ്കിൽ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ പറഞ്ഞില്ല, സോസേജിന് പകരം നിങ്ങൾക്ക് ചിക്കൻ ഇട്ടിട്ട് ഇതുപോലെ തന്നെ ഉണ്ടാക്കാം. സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. ട്രസ്റ്റ് മീ ഗൈസ്, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. സോ നമുക്ക് എന്തായാലും അടുത്തൊരു പുതിയ വീഡിയോയിൽ കാണാം. അതൊരു ഇറ്റ്സ് മീ റിഫ. ബൈ.